ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിലൊന്നാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിലെ ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത്. പ്രാചീന കാലത്തെ ആളുകൾ അവിടുത്തെ ഗുഹകളിലെ പാറക്കെട്ടുകളിൽ കൊത്തിവെച്ച ഒട്ടേറെ മാർക്കുകളും അടയാളങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് ഏറെ ചരിത്ര പ്രാധാന്യമായി ഇന്നും നിലനിൽക്കുകയും അത് സംരക്ഷിച്ചു പോരുകയുമാണ്. അതായത് ഇടയ്ക്കൽ ഗുഹയുടെ മറ്റൊരു ഭാഗത്ത് ഗോവിന്ദമൂല ചിറയോട് ചേർന്നുള്ള പാറക്കെട്ടുകളിൽ അവിടെ സമാനമായ പല അടയാളങ്ങളും ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗം തലവനായിരുന്ന പ്രൊഫസർ അജിത് കുമാർ സാറായിരുന്നു ആദ്യമായിട്ട് ഈ സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റോക്ക് ആർട്സ് ഇൻ കേരള എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്താണ് ആദ്യമായിട്ട് ഈ സൈറ്റിനെ പറ്റിയിട്ടുള്ള മെൻഷൻ വരുന്നത്. അപ്പം ഇവിടെയുള്ള ഈ മാർക്കുകൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിയോലിത്തിക് സെൽട്ട്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പോളിഷ്ഡ് ഹാൻഡ് ആക്സുകൾ, ഈ വളരെ തേച്ച് മിനുക്കിയ കല്ലുളികൾ, അവ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായി വന്നിട്ടുള്ള മാർക്കുകളാണ്. അപ്പോൾ അവ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. അതിന് ഗ്രാനൈറ്റ് വേണം, മണൽ വേണം, വെള്ളം വേണം. അത് മൂന്നും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ എടക്കലിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു വാട്ടർ സോഴ്സ് ആയിട്ടും ഈ സ്ഥലത്തിനെ കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഈ ഗ്രാനൈറ്റുകൾ കളക്ട് ചെയ്യും. അത് ചിപ്പ് ചെയ്ത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആക്കിയതിന് ശേഷം മണലും വെള്ളം കൂടെ ചേർത്ത് ഉരച്ചിട്ടാണ് ഈ പറഞ്ഞ കല്ലുളികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വൺസ് ഈ കല്ലുളി നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ പറഞ്ഞ മണലും വെള്ളവും എടുത്ത് കല്ലിലിട്ട് ഉരക്കുമായിരുന്നു. ആ ഉരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ മാർക്കുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ മേലേക്ക് മണലും വെള്ളവും ഒഴിക്കുകയും അതിൻ്റെ മേലെ ഉരയ്ക്കുകയും ചെയ്തിട്ടാണ് ഈ മാർക്കുകൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ പാറയുടെ മേലെയും നമുക്ക് ഇത്തരത്തിലുള്ള മാർക്കുകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം ഇതിൻ്റെ ഒരു മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. നമ്മളിപ്പോൾ ഇടയ്ക്കലിലെ ഇമേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള പ്രധാനപ്പെട്ട ഇമേജുകളുടെ എല്ലാം മാക്സിമം വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പം മുൻപ് രാജൻ ഗുരുക്കൾ മാഷും രാഘവയർ മാഷെല്ലാം പറഞ്ഞതുപോലെ ഇടയ്ക്കലിലെ ചിത്രങ്ങളും ഈ പറഞ്ഞ കല്ലുളികൾ വെച്ചിട്ട് തന്നെ ആയിരിക്കാം നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഗവേഷണങ്ങൾ സാധ്യമാണ്. ഇതിപ്പോൾ ഈ ഇടയ്ക്കൽ ഏറെ സംരക്ഷിച്ചു പോരുന്ന ഒന്നാണ്. അപ്പം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിർമ്മിതി തന്നെയല്ലേ ഇതിലുള്ളത്? തീർച്ചയായിട്ടും. കാരണം വയനാടിൻ്റെ ഒരു പുരാവസ്തു എവിഡൻസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഗോവിന്ദചിറ മൂലയിലുള്ള ഇത്തരത്തിലുള്ള എൻഗ്രേവിങ്സുകൾ. ഇവിടെ ഓൾറെഡി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ സംരക്ഷിച്ച് പോരണം എന്നുള്ളത്. ഈ എടക്കൽ ഗുഹയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ മാർക്കിനോട് സമാനമായ രീതിയിലുള്ള മാർക്കുകൾ തന്നെയാണ് ഇവിടെയുള്ള പാറക്കെട്ടുകളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ അത്രത്തോളം എടക്കൽ ഗുഹയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ മാർക്കുകളും സംരക്ഷിച്ച് പോരണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ചരിത്ര ഗവേഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വയനാട്ടിൽ നിന്നും ഫൈസ് നെടുമ്പാല, മീഡിയ 1.